നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡോക്ടർ എസ് ദർവേഷ് സാഹിബ്, മനോജ് എബ്രഹാം, പി വിജയൻ, ഡ്രീം പോലീസ് ടീം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. സിനിമകളിലെ ട്വിസ്റ്റ് പോലെ ഏറ്റവും ഒടുവിൽ പോലീസ് തലപ്പത്തെത്തിയിരിക്കുന്നത് കേരളത്തിലേറെ കയ്യടി കിട്ടിയ 2 പോലീസ് ഉദ്യോഗസ്ഥർ. അവർ എന്നെ വേട്ടയാടി, അവരെന്നെ വലിച്ചെറിഞ്ഞു. എങ്കിലും ഞാൻ തന്ത്രപ്രധാന സ്ഥാനത്തെത്തി. ഒരുപക്ഷെ പി വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മനസ്സിൽ ആ വാക്കുകളാകാം തോന്നിയത്. കർക്കശക്കാരനും ക്രിമിനലുകളുടെ പേടി സ്വപ്നവുമായ മനോജ് എബ്രഹാം ക്രമസമാധാന ചുമതലയിലിരിക്കുമ്പോൾ അതിൽ പരം എന്ത് നേട്ടമാണ് പോലീസ് സേനയ്ക്ക് വേണ്ടത്? ഏറെ കയ്യടികൾ വാങ്ങിക്കൂട്ടിയ പി വിജയൻ എന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ ഇപ്പോൾ സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയായി നിയമിച്ചിരിക്കുന്നു. മുൻ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥനാണ് പി വിജയൻ. നിലവിൽ പോലീസ് അക്കാദമി ഡയറക്ടറായി അദ്ദേഹത്തെ ഒതുക്കി കൂട്ടിൽ കയറ്റിയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ സംസ്ഥാന ഇന്റലിജൻസ് വകുപ്പിന്റെ മേധാവിയായി അദ്ദേഹം എത്തുന്നത്. ഇന്റലിജൻസ് വിഭാഗം മേധാവി മനോജ് എബ്രഹാം ക്രമസമാധാന ചുമതലയിലേക്ക് മാറിയതോടെയാണ് പകരം പി വിജയനെ നിയമിച്ചിരിക്കുന്നത്. തീവ്രവാദ കേസ് അട്ടിമറിയെന്ന വ്യാജ ആരോപണത്തിൽ ADGP MR അജിത് കുമാർ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് പി വിജയൻ. യാതൊരുവിധ തെളിവുകളില്ലാതിരുന്നിട്ടും അദ്ദേഹത്തിന് ദീർഘകാലം സർവീസിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്നു. ഒടുവിൽ സസ്പെൻഷൻ പിൻവലിച്ച് തിരികെ സർവീസിലെത്തിയത് കേപ്പയുടെ ഡയറക്ടറായി. ഏറെ ക്രൂശിക്കലിന് വിധേയനായ ഉദ്യോഗസ്ഥനാണ് പി വിജയൻ. ADGPമാരായ S ശ്രീജിത്ത്, പി വിജയൻ, H വെങ്കടേഷ് എന്നിവരെയായിരുന്നു പുതിയ ഇന്റലിജൻസ് മേധാവിയായി സർക്കാർ പരിഗണിച്ചിരുന്നത്. എന്നാൽ ഒടുവിൽ പി വിജയനെ തന്നെ ആ താക്കോൽ സ്ഥാനം സർക്കാർ ഏൽപ്പിക്കുന്നു. ഇനിയൊരു വിവാദത്തിന് പിണറായി വിജയന് ശേഷിയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭരായ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ തലപ്പത്തിരിക്കട്ടെ എന്ന് പിണറായി വിജയനും തോന്നിക്കാണും. ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു പി വിജയൻ. കേരള മോഡൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി വലിയ വിജയമായിരുന്നു. കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ്, ശബരിമല തന്ത്രി കേസ്, ചേലാമ്പ്ര ബാങ്ക് കവർച്ച കേസ് തുടങ്ങിയ പ്രമാദമായ നിരവധി കേസുകളിൽ അന്വേഷണ സംഘത്തെ നയിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ. ഏറെ പ്രശംസകൾ നേടിയിരുന്ന പി വിജയന് ഒടുവിൽ അർഹിക്കുന്ന അംഗീകാരം തന്നെ തേടിയെത്തിയിരിക്കുന്നു. കോഴിക്കോട് ട്രെയിന് തീയിട്ട കേസിലെ പ്രതിയുടെ യാത്രാവിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്ന ആരോപണമായിരുന്നു പി വിജയന്റെ മേൽ ചാർത്തപ്പെട്ടത്. MR അജിത് കുമാറിന്റെ കണ്ടെത്തൽ അന്വേഷണത്തിൽ പിന്നീട് തള്ളിയിരുന്നു. അജിത് കുമാറും പി വിജയനും തമ്മിൽ സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതായിരുന്നു പി വിജയനെ സർവീസിൽ നിന്ന് തെറിപ്പിക്കാനുള്ള കാരണമെന്നും ഒരു വിഭാഗം ആരോപണമുന്നയിച്ചു. സർവീസിൽ തിരിച്ചെടുത്ത ഉദ്യോഗസ്ഥൻ ഇപ്പോൾ നിർണായക പദവിയിലെത്തുന്നു. ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതോടെ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായിരുന്ന മനോജ് എബ്രഹാമിനാണ് പകരം ചുമതല നൽകിയത്. വിവാദങ്ങളിൽ കിടക്കുന്ന പോലീസിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പര്യാപ്തമാണ് മനോജ് എബ്രഹാമിന് കിട്ടിയ ഈ ക്രമസമാധാന ചുമതല. സാധാരണ പോലീസുകാർ മുതൽ IPS ഉദ്യോഗസ്ഥർക്കിടയിൽ വരെ വളരെ ശക്തമായ സ്വാധീനമുള്ള IPS ഓഫീസറാണ് മനോജ് എബ്രഹാം. ഏറെ താമസിക്കില്ല മനോജ് എബ്രഹാമിന് DGP പദവിയിലേക്ക് ഉയരാൻ. അതുവരെ അദ്ദേഹം ക്രമസമാധാന ചുമതലയിൽ തുടരുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ തന്ത്രപ്രധാനമായ തസ്തികയിലേക്ക് ഇനി മനോജ് എബ്രഹാമിനെ നിയമിക്കേണ്ടി വരും. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അഥവാ സംഘർഷ മേഖലകളിൽ പോലീസ് നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ മനോജ് എബ്രഹാമിന് പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. അപ്പോൾ തന്റെ പദവി അദ്ദേഹം നോക്കാറില്ല. പോലീസുകാർക്കൊപ്പം ഫീൽഡിലിറങ്ങി നേതൃത്വം കൊടുക്കുന്ന ശൈലിയാണ് മനോജിനെ വ്യത്യസ്തനാക്കുന്നത്. കണ്ണൂരിൽ രാഷ്ട്രീയ കലാപം കത്തി നിന്നപ്പോൾ അദ്ദേഹത്തെ SP ആയി കണ്ണൂരിലേക്ക് അയച്ചു. തുടർന്ന് അക്രമങ്ങൾ അടിച്ചമർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഒരിക്കൽ ഗുണ്ടകൾ അരങ്ങുവാണിരുന്ന കൊച്ചി നഗരത്തിൽ കമ്മീഷണറായിരിക്കെ സ്വീകരിച്ച നടപടികൾ ഏറെ ശ്രദ്ധേയമായി. അക്രമികളോടും ഗുണ്ടകളോടും ഒരുവിധ വിട്ടുവീഴ്ചയുമില്ല മനോജ് എബ്രഹാം എന്ന പോലീസ് ഉദ്യോഗസ്ഥന്. തിരുവനന്തപുരം കമ്മീഷണറായിരിക്കെ നടത്തിയ പോലീസ് ലാത്തിചാർജ് ഏറെ വിവാദങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു. MG കോളേജിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം, ഒടുവിൽ പുറത്തുനിന്ന് വന്ന അക്രമികൾ പോലീസിന് നേരെ ബോംബെറിയുന്ന സാഹചര്യം, പോലീസ് സേനയിലെ CIക്ക് പരിക്കേൽക്കുക കൂടി ചെയ്തതോടെ മനോജ് എബ്രഹാമിലെ പുലി ഉണർന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോളേജിലേക്ക് പോലീസ് ഇരച്ചു കയറി അക്രമികളെ അങ്ങ് കൈകാര്യം ചെയ്തു. ഇത് തടയാൻ അന്നത്തെ റേഞ്ച് IG TP സെൻകുമാർ നേരിട്ട് ക്യാമ്പസിലെത്തി.
കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരം അക്രമികളെ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസുകാരനെ കുത്തിപ്പിടിക്കുന്നതും അന്നേറെ വിവാദമായിരുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. താൻ അവിടെ ചെന്നില്ലായിരുന്നു എങ്കിൽ മനോജ് എബ്രഹാമിനെ നിയന്ത്രിക്കാൻ മറ്റാർക്കും കഴിയില്ലായിരുന്നു എന്ന് TP സെൻകുമാർ പിന്നീട് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ കാക്കിക്ക് നൊന്താൽ അത് കണ്ടു നിൽക്കുന്ന ഓഫീസറല്ല മനോജ് എബ്രഹാം. 1994 ബാച്ചിലെ IPS ഓഫീസറായ മനോജ് എബ്രഹാം വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഉൾപ്പെടെ നിരവധി മെഡലുകൾ നേടിയിട്ടുണ്ട്. ഇനി 7 വർഷമാണ് അദ്ദേഹത്തിന് മുന്നിൽ സർവീസായി ഉള്ളത്. കൊച്ചിയിലും തിരുവനന്തപുരത്തുമൊക്കെ പോലീസ് കമ്മീഷണർ, തിരുവനന്തപുരം റേഞ്ച് IG, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് IG, വിജിലൻസ് ADGP, സംസ്ഥാന ഇന്റലിജൻസ് മേധാവി തുടങ്ങിയ നിരവധി തസ്തികകളിൽ മികച്ച സേവനമാണ് മനോജ് എബ്രഹാം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതല ഇനി മനോജ് എബ്രഹാമിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് നമുക്ക് കരുതാം. അൻവർമാരുടെ വിളയാട്ടമൊന്നും അവിടെ നടക്കില്ല. എന്തിനേറെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഓഫീസിനും പോലും ചില പരിമിതികളുണ്ട് മനോജ് എബ്രഹാമിന് മുന്നിൽ. നീതിയുക്തമെന്ന് തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്യൂ. നീതിബോധമാണ് അദ്ദേഹത്തെ മറ്റു പോലീസ് ഓഫീസർമാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അതിന് സാക്ഷാൽ ക്യാപ്റ്റൻ പറഞ്ഞാൽ പോലും. തെലുങ്ക് സിനിമകളെ ഏറെ സ്നേഹിക്കുന്ന ഡോക്ടർ ദർവേഷ് സാഹിബിന് അങ്ങനെ തന്റെ ഡ്രീം പോലീസ് ടീമിനെ ലഭിച്ചിരിക്കുന്നു. ഒരു വശത്ത് മനോജ് എബ്രഹാം, മറുവശത്ത് P. വിജയൻ. ADGP വിഷയത്തിൽ പോലീസ് മേധാവി സ്വീകരിച്ച ഉറച്ച നിലപാടുകൾ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ADGP MR അജിത് കുമാറിന്റെ സ്ഥാനമാറ്റത്തിന്റെ കാരണങ്ങളിൽ മുഖ്യം DGPയുടെ ആ നിലപാട് തന്നെ. RSS നേതാക്കളുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ച വിഷയത്തിൽ അജിത് കുമാറിനെതിരെ ഗുരുതര പരാമർശങ്ങളടങ്ങുന്ന റിപ്പോർട്ടാണ് സർക്കാരിന് DGP കൈമാറിയത്. ADGP നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും കൂടിക്കാഴ്ചയിൽ സംശയമുണ്ടെന്നും റിപ്പോർട്ടിൽ തുറന്നെഴുതി ദർവേഷ് സാഹിബ്. DGPയുടെ ഈ റിപ്പോർട്ടിനെ അവഗണിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ തീരുമാനം വന്നത്. പൂരം സംബന്ധിച്ച ത്രിതല അന്വേഷണം 2 ദിവസം മുൻപ് പ്രഖ്യാപിച്ച് ADGPയെ സംരക്ഷിക്കാനുള്ള അവസാനവട്ട ശ്രമം. എന്നാൽ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ കടുത്ത പരാമർശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നടപടിയെടുക്കാതെ സർക്കാരിന് വഴിയില്ലെന്നായി. മറുവശത്ത് CPIയുടെ ഭാഗത്തു നിന്ന് കനത്ത സമ്മർദ്ദം. ഇതോടെ ആർക്കും കേടില്ലാത്ത വിധത്തിൽ ഒരു സ്ഥാനമാറ്റം നൽകി അജിത് കുമാറിനെ മെല്ലെ ഓരം ചേർത്ത് നിർത്തി. സൂപ്പർ DGP ചമയുന്ന MR അജിത് കുമാറിന് പലപ്പോഴും പോലീസ് മേധാവിയുടെ താക്കീത് ലഭിച്ചിരുന്നു. തന്നെ അറിയിക്കാതെ അജിത് കുമാർ ചില തീരുമാനങ്ങൾ എടുത്തതിൽ പോലീസ് മേധാവി അതൃപ്തനുമായിരുന്നു. അജിത് കുമാറിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള പിടി തന്നെയായിരുന്നു DGPക്ക് ഏറ്റവും വലിയ തലവേദന. 2023 ജൂലൈയിലാണ് S. ദർവേഷ് സാഹിബ് പോലീസ് മേധാവിയായി ചുമതലയേൽക്കുന്നത്. ഇതുവരെ മറ്റാരോപണങ്ങളിൽ പെട്ടിട്ടില്ല, വിവാദങ്ങളിൽ ഇടം പിടിച്ചില്ല. ഈ വർഷം ജൂണിൽ കാലാവധി നീട്ടി നൽകി. പദവിയിൽ ചുമതലയേൽക്കുന്നത് മുതൽ 2 വർഷം വരെ തുടരാം എന്ന വ്യവസ്ഥ അനുസരിച്ചായിരുന്നു 1 വർഷം കൂടി ദർവേഷ് സാഹിബിന് നീട്ടിക്കൊടുത്തത്. 1990 ബാച്ച് ഉദ്യോഗസ്ഥൻ, ആന്ധ്ര സ്വദേശിയാണ്. 2025 ജൂൺ വരെ ഇനി സർവീസുണ്ട്. മിതഭാഷി, അഴിമതിരഹിതൻ എന്നൊക്കെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഡോക്ടർ ദർവേഷ് സാഹിബിന്. ഒരുവിധ വിവാദങ്ങളിലും ഉൾപ്പെടാത്ത പച്ച മനുഷ്യൻ. എല്ലാ അന്വേഷണങ്ങളിലും തന്റേതായ തനത് നിലപാട് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു. DGP പട്ടികയിൽ ഒന്നാമനായിരുന്ന പത്മകുമാറിനെ ഒഴിവാക്കിയാണ് നിയമനം. കൃഷിശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം, ആഗ്രോണമിയിൽ PhDയും ഫിനാൻസിൽ MBAയും ഒക്കെ ഉണ്ട് ദർവേഷ് സാഹിബിന്. ആള് പുലിയല്ല, പുപ്പുലിയാണ്. ദർവേഷ് സാഹിബ്, മനോജ് എബ്രഹാം, P. വിജയൻ. നമ്മുടെ പോലീസ് സേനയെ നയിക്കുന്നത് ഇനി മികവുറ്റ 3 ഉദ്യോഗസ്ഥർ. സാധാരണ രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റ് അനീതികൾക്കും വഴങ്ങാത്ത പ്രകൃതമാണ് 3 പേർക്കും. സാധാരണക്കാരുടെ ഹൃദയമിടിപ്പുകൾ ഹൃദയസ്ഥമാണ് P. വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്. ഏറെ ജനകീയരായ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിന്റെ പോലീസ് സേനയുടെ മുഖം മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.